ഹായ്, എല്ലാവർക്കും മല്ലു സീരിയൽ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ മംഗല്യം തന്തുനാനിയുടെ അടുത്ത എപ്പിസോഡ് നമുക്ക് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഈ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതൊന്നും അറിയാതെ നമ്മുടെ ഗൗതം വരികയാണ് കേട്ടോ. അപ്പോൾ വഴിക്ക് വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് വരികയാണ്, പാർട്ടി കഴിയുമ്പോഴേക്കും ഒന്ന് ചെല്ലണമല്ലോ, പ്രണവ് പാകെ വിഷമിച്ചിരിക്കുന്നുണ്ടാവും എന്നിങ്ങനെ പറഞ്ഞിട്ടാണ് കേട്ടോ പ്രണവ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ പാറുവിൻ്റെ ഫോൺ അയ്യോ വിളിച്ചു തുടങ്ങിയെന്നും പറഞ്ഞിട്ട് ഫോണ് ബൈക്ക് നിർത്തിയിട്ട് ഫോൺ എടുക്കണം കേട്ടോ. ഫോൺ എടുത്തിട്ട് പാറുവിൻ്റെ അടുത്ത് പാറു ഞാൻ അതേ വന്നു, 5 മിനിറ്റിൻ്റെ ഉള്ളിൽ ഞാൻ വന്നേക്കാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാർട്ടിയൊക്കെ നന്നായി നടക്കണില്ലേ എന്ന് ചോദിക്കുമ്പോൾ പാറു പറയുന്നുണ്ട്, കരഞ്ഞിട്ട് പറയുന്നുണ്ട്, പാർട്ടി ഒന്നും നടന്നില്ല മോനെ, നമ്മുടെ നിധീനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട്. എന്ത് പാറു പറയണേ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്കൊന്നും മനസ്സിലാവണില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പാറു റഫായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. പാർട്ടി തുടങ്ങാറായി ഇപ്പോൾ ഇങ്ങനെ പോലീസ് വന്നു അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതൊക്കെ. അപ്പോൾ എന്താ പാറു, ഇതെങ്ങനെ സംഭവിച്ചു, എന്ത് വീഡിയോ, എന്തിൻ്റെ കാര്യം പറയണേ, ഇതെങ്ങനെയാണ് നിധി കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പാറുവിനൊന്നും പറയാൻ മറുപടിയില്ല. കാരണം പാറും കൂടി അറിഞ്ഞിട്ടാണല്ലോ ഈ സംഭവം. അപ്പോൾ പാറു അതൊന്നും ഇല്ല, നിധി അങ്ങനെയൊന്നും ചെയ്യില്ല, നീ എത്രയും പെട്ടെന്ന് നിധീനെ ജയിലിൽ നിന്ന് ഇറക്കാൻ നോക്ക്, ഇവിടെ എന്താ കേസ് അറസ്റ്റ് എന്നൊക്കെ പറഞ്ഞു എനിക്കാകെ പേടിയായിട്ട് വയ്യ എന്ന് പറയുന്നുണ്ട് കേട്ടോ പാറു. അങ്ങനെ ഫോൺ വെച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഗൗതം വേഗം തിരിച്ചിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ്. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിധിനെ ലോക്കപ്പിലിട്ടിട്ടുണ്ട്. അപ്പം നിധി ഇങ്ങനെ കിടന്നിട്ട് ബഹളം വയ്ക്കുന്നുണ്ട് കേട്ടോ. സാർ അവർ പറയുന്നത് നോണയാണ് സാർ, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ഞാൻ ഒരിക്കലും കുഞ്ഞിനെ നോക്കിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിധി ഇങ്ങനെ ബഹളം മിണ്ടാതിരിക്കടി അവിടെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ശിവാനി വന്നിട്ടുണ്ട്, ഈ സന്തോഷം കണ്ട് രസിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശിവാനി ഇങ്ങനെ വന്നിട്ട് വലിയ എന്ത് രസമാടി നിന്നെ അങ്ങനെ കാണാനായിട്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നീ എന്താ വിചാരിച്ചേ, എന്നെ ഇതാക്കാമെന്നോ, നിന്നെ നോക്കി നീ ഇനിയിപ്പോൾ ഇവിടുന്ന് പുറത്തിറങ്ങി 7 വർഷം നീ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കും, ഇനി ഇവിടുന്ന് പുറത്തിറങ്ങുമ്പോഴേക്കും എൻ്റെ കുട്ടികളൊക്കെ ഞാൻ പ്രസവിച്ച് നന്നായി വളർത്തി നോക്കിക്കോ, അവർ 2ാം ക്ലാസ്സൊക്കെ പഠിക്കുക തുടങ്ങിയിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കട്ടാ. അപ്പോൾ നിധിക്ക് അപ്പോഴേക്കും ദേഷ്യം വന്നിട്ട് പോയി. നിധി പറഞ്ഞിട്ട് ഞാൻ നിന്നെ വെറുതെ വിട്ടതാണ് ഇതിനൊക്കെ കാരണം, ഇപ്പം നീ എനിക്ക് ഇട്ടിട്ട് പണി തന്നില്ലേ, നോക്കിക്കോ 7 വർഷം പോയിട്ട് 7 ദിവസം ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കിടക്കില്ല, എൻ്റെ ഗൗതമ്മനെ പുറത്തിറക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൗതമ്മനെ വിളിക്കാനാണെങ്കിൽ ഫോൺ ചോദിച്ചിട്ട് അവർ കൊടുത്തിട്ടുമില്ല. അപ്പം എങ്ങനെയും പാറു പറഞ്ഞിട്ട് അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ വിഷമിച്ച് നമ്മുടെ ശിവാനി ഇങ്ങനെ കത്തി കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നീ അവസാനം നിധി പറയുന്നത് നീ പെട്ടിങ്കടക്കൊക്കെ എടുത്തു വെച്ചോ, ഇവിടെ നിന്ന് എന്ത് ചെയ്തിട്ടായാലും ഞാൻ ഇറങ്ങും, കാര്യങ്ങളൊക്കെ പ്രണവ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടിരിക്കട്ടോ. അപ്പം ശിവാനി ആകെ ഇതായിട്ട് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. പുറത്തിറങ്ങിയിട്ട് നിൽക്കുകയാണ്, ഒളിച്ച് ഇങ്ങനെ നിൽക്കണേട്ട്. ആ സമയത്താണ് ഗൗതമിൻ്റെ വരവ്. ഗൗതം വന്നിട്ട് നമ്മുടെ ഓടിയിട്ട് നിധിയുടെ അടുത്ത് ഇങ്ങനെ ചെല്ലാൻ നിൽക്കുമ്പോൾ പോലീസുകാർ അതിനൊന്നും സമ്മതിക്കണില്ല കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് എന്നെ അറസ്റ്റ് ചെയ്തിരിക്കണേ, ഈ കേസൊന്നും കള്ളക്കേസാണ്, എൻ്റെ നിധി പാവാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അയാളിങ്ങനെ കളിയാക്കിയിട്ട് പറയാം, പാവങ്ങളെ അറസ്റ്റ് ചെയ്തിടാനുള്ള പുതിയ നിയമം വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇട്ടതാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പുച്ഛിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവരെ തമ്മിൽ സംസാരിക്കാനേ സമ്മതിക്കണില്ല. അവിടെ പറയുന്നുണ്ട്, എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമ്പോൾ നിങ്ങളുടെ ഭാര്യയ്ക്കെതിരെ നല്ല തെളിവുണ്ടെന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. CCTV ഈ ഒറ്റ വീഡിയോയുടെ അടിസ്ഥാനത്തിലാണോ നിങ്ങൾ ഇതൊന്നും ശരിക്കും തെളിവല്ല എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ നിങ്ങളെന്ത് എന്നെ പഠിപ്പിക്കുക എന്നൊക്കെ ചോദിച്ചിട്ട് അയാൾ ചീത്ത പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ ഭാര്യനെ കോടതിയിലേക്ക് കൊണ്ടുപോകാൻ പോവുക, ബാക്കി നിങ്ങൾക്ക് പറയാതൊക്കെ അവിടെ വന്നിട്ട് പറഞ്ഞാൽ മതി, എന്താ വെച്ചാൽ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് കാണാനേ കൂട്ടാക്കണില്ല കേട്ടോ. എന്നിട്ട് കോൺസ്റ്റബിളിനോട് പറഞ്ഞിട്ട് ജീപ്പിൽ കയറ്റാൻ. അപ്പോൾ അവർ നിധീനെ വലിച്ച് ജീപ്പിൽ കയറ്റുന്നുണ്ട്. അപ്പോൾ ഗൗതം അപ്പോഴേക്ക് പിന്നാലെ ഓടി കുറേ ഇങ്ങനെ സാറിൻ്റെ അടുത്ത് പറയുന്നില്ല. പക്ഷേ സാർ സംസാരിക്കാനോ ഒന്ന് കേൾക്കാനോ ഒന്നും കൂട്ടാക്കണില്ല. അങ്ങനെ ജീപ്പിൽ അവർ നിധീനെ കൊണ്ടുപോവാണ്. പിന്നാലെ നമ്മുടെ ഗൗതം ഓടുന്നുണ്ട് പാവം. അങ്ങനെ ഗൗതം എന്ത് ചെയ്യണമെന്ന് പറയണമെങ്കിൽ തളർന്ന് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ശിവാനി ഇതൊക്കെ കണ്ടിട്ട് അങ്ങോട്ട് വരുന്നത് കേട്ടോ. എന്നിട്ട് പൂച്ചിച്ച് ചോദിക്കേണ്ടത്, എന്താ ഭാര്യനെ സെൻഡ് ഓഫ് കൊടുത്തിട്ട് ജയിലിലേക്ക് അയച്ചതാ എന്ന് ചോദിക്കേണ്ട കേട്ടോ. അത് കണ്ടപ്പോഴേക്കും കേട്ടപ്പോഴേക്കും നമ്മുടെ ഗൗതമിൻ്റെ കൺട്രോൾ തെറ്റി ഗൗതം ശിവാനിയുടെ കഴുത്ത് പിടിച്ച് നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നത്, നീയാണ് സകല ദണ്ഡത്തിനും കാരണം, എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ചെയ്യേണ്ടതൊക്കെ ചെയ്തു വെച്ചിട്ട് ഇപ്പോൾ നിന്ന് നാടകം കളിക്കുക എന്നൊക്കെ ചോദിച്ചിട്ട് കഴുത്ത് പിടിച്ച് നന്നായി നിൽക്കുന്നുണ്ട് കേട്ടോ. അവസാനം ശിവാനി കടഞ്ഞങ്ങനെ വിടിയിച്ചു. എന്നിട്ട് തുടങ്ങി നിധിയുടെ കുറേ കുറ്റം, നിങ്ങൾ എന്നെ കൊന്നിട്ട് ജയിലിൽ പോകാനാ നോക്കണം, നിങ്ങൾ എന്തിനാണ് നിധിക്ക് വേണ്ടി നടക്കണം, അവൾ നിങ്ങളെന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്, അവൾ നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ആളൊന്നല്ല എന്നൊക്കെ നിധിയുടെ 100 കുറ്റങ്ങൾ. ഇന്ന് എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയ ആൾ നാളെ നിങ്ങളുടെ കുഞ്ഞിനെയും കൊല്ലാൻ നോക്കും എന്നൊക്കെ പറയണ്ട. അപ്പോൾ ഗൗതമൻ വീണ്ടും ദേഷ്യം വന്നിട്ട് കലി കയറി പിടിക്കുന്നുണ്ട് കേട്ടോ. ഗൗതം, നിധി എൻ്റെ ജീവനാണ്, നീ നിൻ്റെ വയറ്റിൽ കുഞ്ഞില്ല 100 തവണ പറഞ്ഞു നടക്കണ നിധി നിൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കി എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കണം എന്നൊക്കെ ചോദിച്ചിട്ട് ഗൗതം ഇങ്ങനെ തട്ടി കയറുന്നുണ്ട് കേട്ടോ. നീ നോക്കിക്കോ, ഇപ്പം തന്നെ ഞാൻ നിധീനെ ഇറക്കാനുള്ള പരിപാടികൾ ചെയ്യുന്നു. അപ്പോൾ പുച്ഛത്തോടു കൂടി നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ശിവാനി. എന്നിട്ട് പറയേണ്ടത് 7 ദിവസമല്ല, ഇന്ന് തന്നെ ഞാൻ ഇറക്കുന്നു, കാണിച്ചു തരാമെന്നും പറഞ്ഞിട്ട് ഗൗതം ദേഷ്യം വന്നിട്ട് വണ്ടി എടുത്ത് പോകുന്നുണ്ട്. അപ്പം നമ്മുടെ ശിവാനി പോടാന്നുള്ളൊരിതിൽ പുച്ഛത്തിൽ തന്നെ നിൽക്കണം കേട്ടോ ശിവാനി.
എന്നിട്ട് ശിവാനി ഓടി ചെല്ലുന്നുണ്ട് നമ്മുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ വാസു ഇരുന്നിട്ട് സന്തോഷത്തിലിരുന്ന് ആപ്പിളൊക്കെ ഇങ്ങനെ മുറിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പാറുവാണെങ്കിൽ ഗംഭീര കരച്ചിലും പ്രാർത്ഥനയാണ്. എന്നിട്ട് ഓടി ചെന്നിട്ട് നമ്മുടെ ശിവാനി പറയുന്നുണ്ട്, ആൻറ്റി നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ സംഭവിച്ചു, നിധീനെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് കോടതിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കേട്ടപ്പോഴേക്കും പാറുവിന് ഒക്കെ സങ്കടം സഹിക്കാൻ വേണ്ട പാറു അവിടെ നിന്ന് ഓടി വരുന്നുണ്ട്. നിങ്ങൾ എന്തത്ര സന്തോഷിക്കണേ, നിധി ഈ വീടിൻ്റെ മരുമോളാണ്, എന്നിട്ട് ഈ വീട്ടിലൊരു അംഗമാണ്, എന്നിട്ട് അവളെന്നെ ജയിലിലാക്കി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇത്ര സന്തോഷിക്കാൻ പാടുണ്ടോ, എന്ത് ദുഷ്ട മനസ്സാണ് നിങ്ങളുടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വാസു പറയുന്നുണ്ട്, നിധിനെ ഇവിടെ മരുമകളായിട്ട് ആരും കണ്ടിട്ടില്ല, ഞാൻ ഒരിക്കലും ഗൗതമിൻ്റെ ഭാര്യയായിട്ട് അവളെ കണ്ടിട്ടില്ല, അത് ചേച്ചി മാത്രം ഇടത്തി മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അപ്പോൾ ഇത് കേട്ടിട്ട് നമ്മുടെ പ്രണവ് ഇറങ്ങി വരുന്നുണ്ട്. പ്രണവ് ഒന്നും എന്താ പറയേണ്ടാത്ത അവസ്ഥയിലാണ് കേട്ടോ പ്രണവ് നിൽക്കുന്നത്. അങ്ങനെ വീണ്ടും നിധിനെ കുറിച്ചിട്ട് ഇങ്ങനെ ഒരുപാട് ന്യായീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ആൻറ്റി പാറു ചോദിക്കുന്നുണ്ട് പ്രണവിനോട്, പ്രണവെ നീ വിശ്വസിക്കുന്നുണ്ടോ, നിനക്ക് ശരിക്കും അറിയേണ്ടതല്ലേ നിൻ്റെ ഇടത്തി ഇങ്ങനെ ചെയ്യുന്നു, നീ വിശ്വസിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് വസുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ കണ്ടുണ്ടോ ഇങ്ങനെ നിധി ഇവളുടെ കുഞ്ഞിനെ കൊല്ലാണ്ടാക്കി, ഇവൾ വെറുതെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ശിവാനിനെ കുറ്റം പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് ശിവാനി കരഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട് നമ്മുടെ പ്രണവിൻ്റെ അടുത്ത്, കണ്ടോ പ്രണവ് ഇപ്പോഴും നിധീനെ പിടിച്ചിരിക്കുകയാണ് ഇത്രയൊക്കെ ചെയ്തിട്ടും. അപ്പം ആൻറ്റി പറയണ കേട്ടില്ലേ, ഞാനാണ് നോണ പറയണതെന്നാണ്, ഇതൊക്കെ ഇത്രയും തെളിവുണ്ടായിട്ടല്ലാണ്ട് പോലീസ് അറസ്റ്റ് ചെയ്യും, പ്രണവും കൂടിയും കണ്ടതല്ലേ, ഈ ആൻറ്റി ഇങ്ങനെ തന്നെയാണ്, ആൻറ്റിക്ക് എപ്പോഴും നിധിയോടാണിത്, ഇനി എൻ്റെ കുഞ്ഞുങ്ങൾ ഇവിടെ ജനിക്കേണ്ട, ഞാനും ഇവിടെ വേണ്ട, ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും കൂടിയിട്ട് പൊക്കോളാന്ന് പറഞ്ഞിട്ട് അവിടെ ആപ്പിൾ മുറിക്കണ കത്തിയെടുത്ത് സ്വയം വയറ്റുമ്പോൾ കുത്താനും വീണ്ടും നാടകം കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്രണവ് ചൂടായി. പ്രണവ് പറയുന്നുണ്ട് അമ്മയുടെ അടുത്ത്, അമ്മ മിണ്ടാതിരിക്കേ, ഒരു തെളിവും ഇല്ലാണ്ട് അല്ലെങ്കിൽ ഒരു കുറ്റം ചെയ്യാത്ത ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ, തെളിവൊക്കെ അമ്മയും കണ്ടതല്ലേ, അപ്പോൾ എന്തായാലും എടുത്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എടുത്ത് അനുഭവിക്കുക ചെയ്യട്ടെ, അല്ലാണ്ട് അമ്മ കൂടുതൽ ഇവിടെ സംസാരിക്കട്ടെ, എനിക്ക് വലുത് ശിവാനി എൻ്റെ കുട്ടികളുമാണ്, അങ്ങനെ എൻ്റെ കുഞ്ഞുങ്ങളെ കളയാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവരെന്തായാലും ശിക്ഷ അനുഭവിക്കുക വേണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശിവാനിക്ക് സമാധാനമായി, ശിവാൻ്റെ അഭിനയം ഏറ്റല്ലോ. അപ്പോൾ വസുവും ചോദിക്കുന്നുണ്ട് കേട്ടോ, ഇടത്തേക്ക് ഇവളുടെ കുഞ്ഞിൻ്റെ മേലെ തൊട്ട് സത്യം ചെയ്യാൻ പറ്റുമോ, നീതി അങ്ങനെ ശ്രമിച്ചിട്ടില്ല എന്ന്, മയക്കം വരുന്ന് കൊടുത്തിട്ടില്ല എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പാറുവിന് വാക്കുകളില്ല, പാറു വെറുതെ നിന്ന് കരയാൻ തന്നെ പറ്റുന്നുള്ളൂ, സഹായം കരയാണ് പാറുവിന് ഇപ്പോൾ ആരും ഇല്ലാണ്ടായില്ലോ, മറ്റേത് പ്രണവ് ഉണ്ടായിരുന്നു കൂടെ. അങ്ങനെ അപ്പോൾ ഈ സമയത്ത് ഗൗതം ഓടി ചെന്ന് നമ്മുടെ ACPയുടെ അടുത്തേക്ക് ചെന്നിട്ടുണ്ട് കേട്ടോ. വിവരങ്ങൾ ACPയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഓടി ചെല്ലുന്നുണ്ട്. ACPയുടെ അടുത്ത് ചെല്ലുമ്പോൾ ACPയോട് പറയുന്നുണ്ട് വേഗം എന്തെങ്കിലും ചെയ്തിട്ട് എൻ്റെ നിധീനെ ഇറക്കണം എന്ന് പറയുമ്പോൾ ACP പറയുന്നുണ്ട്, ഗൗതം വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ സ്റ്റേഷനിൽ വിളിച്ചിട്ട് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ സ്ഥിതി ഇത്തിരി മോശമാണ്, നിധി ശരിക്കും പെട്ടിരിക്കുക എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഭയങ്കര എവിഡൻസാണ് അവൾക്ക് എതിരായിട്ടുള്ളത്, അപ്പം അത്ര പെട്ടെന്ന് വിചാരിച്ച പോലെ നമുക്ക് ഇറക്കാൻ പറ്റില്ല, കോടതിയിലേക്ക് കൊണ്ടുപോയില്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൗതം ഒന്നുകൂടി തകരും. ഗൗതം പ്രാവശ്യമോ ഞാൻ വിചാരിച്ചത് സാർ മാഡം വിചാരിച്ച് കഴിഞ്ഞാൽ ഇറക്കാൻ പറ്റുമെന്നാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഒന്ന് വിളിച്ച് പറഞ്ഞാൽ പോരെയെന്ന് നോക്കിയിട്ട്, അത് അത്ര സിമ്പിൾ കേസല്ല, ഞാൻ വിളിച്ച് പറഞ്ഞാൽ ACP കൊലയാളീനെ ഇറക്കാനായിട്ട് റെക്കമെൻഡ് ചെയ്തു എന്നുള്ള പേരുദോഷം മാത്രമേ വരുള്ളൂ, അതുകൊണ്ട് വേറെ ഗുണമൊന്നും കിട്ടാൻ പോണില്ല, ഇതിന് നല്ലൊരു ക്രിമിനൽ ലോയറെ വെക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൗതം പറയും, കമ്പനിയിൽ കുറേ ലോയേഴ്സൊക്കെ ഉണ്ട്, പക്ഷേ ക്രിമിനൽ ലോയറൊന്നും എനിക്ക് പരിചയമില്ലല്ലോ, ഞാനിപ്പോൾ എന്താ ചെയ്യുക, ഞാൻ എവിടെ പോയിട്ട് തപ്പുക എന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ നിൽക്കണം കേട്ടോ. അപ്പോൾ ACP പറയും, വിഷമിക്കേണ്ട, എൻ്റെ കെയർ ഓഫിൽ നല്ലൊരു അഡ്വക്കേറ്റ് ഉണ്ട്, ആളെ കണ്ടാൽ മതി എന്നും പറഞ്ഞിട്ട് ഗൗതമിനെ സമാധാനിപ്പിച്ച് വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ നീതി ഇപ്പോഴത്തേൽ ശരിക്കും പെട്ടു. ഇനി ഗൗതം ചെന്ന് വക്കീലിനെ കാണുന്ന ഭാഗമൊക്കെ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. ഓക്കെ, ബൈ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഓക്കെ.